അപ്പോൾ നമ്മളിന്ന് നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ പോകും. അപ്പോൾ സാധാരണ മുട്ടയൊക്കെ ഇട്ടിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിന്ന് മുട്ടയില്ലാണ്ട് ഉള്ള പൊറോട്ട ഉണ്ടാക്കണം. അപ്പോൾ വെജ് കഴിക്കുന്നവർക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 150 പൊറോട്ട ഉണ്ടാക്കാൻ പോണത്. ഒരു 6 കിലോ മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ മൈദയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന മൈദ കൊണ്ട് പ്രിൻസിൻ്റെ മൈദയാണ്, നല്ല മൈദയാണ്. പൊറോട്ടയ്ക്ക് എപ്പോഴും മൈദ നന്നായിരിക്കണം. അല്ലാണ്ട് ചില മൈദ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സോഫ്റ്റും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് കിട്ടില്ല. അപ്പോൾ പ്രിൻസ് മൈദ പൊറോട്ടയ്ക്ക് ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അതിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര എപ്പോഴും ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇടണം. അതായത് പൊറോട്ടയ്ക്ക് നിന്ന് കുറച്ചൊരു മധുരമൊക്കെ ഉപ്പൊക്കെ ഒരു ഈക്വലായി നിന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പഞ്ചസാര ഒരു ഉപ്പ് പോലെ തന്നെ അതിൻ്റെ ഈക്വലായിട്ട് ഇടാൻ ശ്രമിക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഉപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പം നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മളിനി ഇതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ. പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ലിറ്റർ പാലാണ് എനിക്ക് ഒഴിക്കുന്നത്. അപ്പോൾ പാലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഒഴിച്ചു കൊടുത്താലാണ് പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 ലിറ്റർ പാൽ ഒഴിക്കുന്നത്. ഏകദേശം ഒരു 6 കിലോ മൈദയാണ് പൊറോട്ടയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരു 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 6 കിലോ മൈദ ആയതുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കി വരുമ്പോൾ 150-160 പൊറോട്ട കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ പാല് മാത്രം മതിയാവില്ല, കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം പാലൊക്കെ ഒഴിച്ച് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണ്ട അളവിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1 കിലോ ഒരു മൈദ ആ ലെവലിൻ്റെ കണക്കിലേക്കല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുള്ളൂ. അപ്പോൾ നമ്മൾ 1 കിലോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ഒരു ഗ്ലാസ് പാല് അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. വീട്ടിലെ ഒരളവിൽ കൊടുത്താൽ മതി. 1 ഗ്ലാസ് പാല്. പിന്നെ മുട്ട ചേർക്കണം എന്നുള്ളവർക്ക് ഒരു കോഴിമുട്ട ചേർക്കാം. ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 1 കിലോ മൈദയിലൊക്കെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വലിയ പൊറോട്ട ആണെങ്കിൽ ഒരു 10-18 പൊറോട്ട കിട്ടും. ഇപ്പോൾ നമ്മൾ ചെറുതാണ്. ഇത് നമ്മൾ കോയിൻ പൊറോട്ട ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കോയിൻ പൊറോട്ട ആണെങ്കിൽ ഒരു 25 മുതൽ 30 വരെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലൊരു 25 പീസാണ് 1 കിലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ്, വേറെ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒന്നുമല്ല, പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ വെജിറ്റേറിയൻകാർക്ക് ഇപ്പോൾ മുട്ട ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ മുട്ട ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഔട്ട് കൂടുതൽ കിട്ടുക. അപ്പോൾ നമുക്ക് ഇനി ഇത് ടേബിളിലിട്ടൊന്നും കൂടി സെറ്റാക്കി എടുക്കണം. മാവൊക്കെ ഒരു ഇതായി. നമ്മൾ മാവ് ജസ്റ്റ് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് വെച്ചു. ഇനി നമ്മൾ ഇത് ടേബിളിലിട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. മാവ് കുഴക്കലാണ് ശരിക്കും പൊറോട്ടയുടെ ഏറ്റവും പ്രധാനം. അപ്പോൾ അത് എത്ര വൃത്തിയായി കുഴക്കണോ അതിനനുസരിച്ച് പൊറോട്ടയും നന്നായിരിക്കും.
പൊറോട്ട മാവ് എപ്പോഴും പോലെ അടിച്ചത് മിക്സ് ആയി കഴിഞ്ഞാൽ നല്ല പദം വരും, നമുക്കിപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും മാവ്. നല്ല ഔട്ട് കിട്ടും. മാവ് നല്ലപോലെ അടിപൊളിയായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ മേലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് പാം ഓയിലാണ്. അതായത് എന്താണ് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചുകൂടെ ചോദിക്കണ്ട, പൊറോട്ടയ്ക്ക് ഏറ്റവും ബെസ്റ്റ് പാം ഓയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാം ഓയിൽ ഉപയോഗിക്കുന്നത്. എനിക്ക് സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടം, പക്ഷേ പൊറോട്ടയ്ക്ക് പാം ഓയിലാണ് ബെസ്റ്റ്. നമ്മൾ മാവ് നല്ലപോലെ തേച്ച് കൊടുത്തു. നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിച്ച് നമുക്ക് ബോൾ പിടിച്ചിട്ട് വീശാൻ തുടങ്ങാം. അപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് സെറ്റായിട്ടുണ്ടാവും. മാവ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബോൾ പിടിക്കാൻ പോകും. വെറ്റിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബോൾ കിട്ടും. നമ്മൾ ഈ ഒരു ബോളിൽ ഏകദേശം 4 പൊറോട്ട ഉണ്ടാക്കും. ചെറിയ കോൺ പൊറോട്ട ഉണ്ടാക്കുന്നത്, ഒരുപാട് വലുതല്ല. ബോളൊക്കെ പിടിച്ച് കഴിഞ്ഞു നമുക്ക് എണ്ണ തേച്ചിട്ട് ബോളൊക്കെ ഈ പാത്രത്തിട്ട് കൊടുക്കാം. നമുക്കിനി ബോള് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് വീശാം. അപ്പോൾ നമ്മുടെ ബോളൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പൊറോട്ട വീശാൻ പോകും. അതിന് കോലും കൊണ്ട് നല്ലപോലെ നൈസായിട്ടൊന്ന് പരത്തുക. ഇതിന് നമ്മൾ ഓയിൽ എടുത്തിരിക്കുന്നത് പാം ഓയിലാണ്. പാം ഓയിലും ഡാൽഡയും ഈക്വൽ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ 100 ഗ്രാം പാം ഓയിലാണെങ്കിൽ 100 ഗ്രാം ഡാൽഡ. അപ്പോൾ ആ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊറോട്ട നന്നായിരിക്കും. കുറച്ച് ഓയിൽ മേലെ തേച്ച് കൊടുത്തു. ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ഒഴിച്ചു. കുറച്ച് മൈദ ഇട്ട് കൊടുത്തു. അതുപോലെ തേച്ച് പിടിപ്പിച്ചു. ഇത് നമ്മുടെ നൂൽ കട്ടർ എടുത്തിട്ട് ഇങ്ങനെയാണ് ചുറ്റിയെടുക്കേണ്ടത്.
അപ്പോൾ നമുക്ക് എല്ലാ ബോളും ഇതേപോലെ വീശി ചുറ്റിയെടുത്ത് വെക്കാം. വളരെ ആദ്യം ചെയ്യുന്നതൊക്കെ പ്രയാസമായിരിക്കും, പക്ഷേ ചെയ്യാൻ പറ്റും. ഈ നൂൽ പൊറോട്ട ആയതുകൊണ്ട് ഈ ചുറ്റുമ്പോഴാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് ചുറ്റാനും കിട്ടില്ല. വളരെ ശ്രദ്ധിച്ച് സ്ലോലി ചെയ്യണം. കുറച്ച് പ്രയാസമുള്ള പരിപാടിയാണ്, പക്ഷേ സംഭവം ചെയ്തു വരുമ്പോൾ അടിപൊളിയാണ്. വൃത്തിയായി ഇങ്ങനെ ചുറ്റിയെടുത്താലാണ് കറക്റ്റ് നൂല് ലെയറായിട്ട് കിട്ടുള്ളൂ. പൊറോട്ടയ്ക്ക് സെറ്റായി. അടിക്കാൻ മുന്നിലേട്ടാ. ആ അടിച്ചോ. പൊടി സാധനം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നൂല് പൊറോട്ട റെഡി അല്ലേ? നല്ല സോഫ്റ്റ് നൂല്. മതി. പൊട്ടിപ്പോല്ലേ? സാധനം സെറ്റ്. നമുക്കിനി പിടിപിടിക്കാം അല്ലേ? ഓക്കെ.